എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 46 ശ്ലോകം 25, 26, 27, 28, 29, 30, 31, 32, 33, 34 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ചെയ്ത അത്ഭുത പ്രവൃത്തികള് വീണ്ടും വീണ്ടും ആലോചിച്ച് പറയണം നന്ദഗോപുരം. ഇതൊക്കെ ചെയ്തത് ഇപ്പൊ ഓർക്കുമ്പോ ഈശ്വരനല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു ബാലന് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. താലത്രയം മഹാസാരം ധനുർയഷ്ടിമിവ ഭരാട് ബഭഞ്ജൈകേന ഹസ്തേന സപ്താഹമദധാൽ ഗിരിം. 300 കൈ നീളമുള്ളതിന് ഒരു പനപ്രമാണം എന്ന് പറയും. അങ്ങനെ 3 പനപ്രമാണം നീളമുള്ളതും ഇരുമ്പ് എന്ന പോലെ ഏറ്റവും ഘനമുള്ളതുമായ വില്ലിനെ മത്തഗജം കരിമ്പിൻ തടി എന്ന പോലെ ശ്രീകൃഷ്ണൻ മുറിച്ചു. ഒറ്റ കൈ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ 7 നാൾ പിടിച്ചു നിന്നു. ഇതൊക്കെ ഒരു അസാധാരണ പ്രവൃത്തിയല്ലേ. പ്രലംബോ ധേനുഗോരിഷ്ട തൃണാവർത്തോ ബഗാദയ ദൈത്യാസുരാസുരജിതോ ഹതായേനേ കലീലയാ. ദേവന്മാർക്കും അസുരന്മാർക്കും എതിർക്കാൻ പറ്റാത്ത അഭാബലശാലികളായ ആ പ്രലംബൻ മുതലായ അസുരന്മാരെ ശ്രീകൃഷ്ണനും ബലരാമനും ഒരു പ്രയാസവും ഇല്ലാതെ ഈ വ്രജത്തിൽ വെച്ച് അപ്പപ്പോ കൊന്നിട്ടുണ്ട്. ഇത് അവരുടെ അപാര വീര്യത്തെ അനുഭവപ്പെടുത്തുന്നതല്ലേ. ഇത്രയുള്ള അസുരന്മാരെയൊക്കെ നിഷ്പ്രയാസാണ് ആ 2 കുട്ടികളെ വധിച്ചത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നന്ദഗോപർക്ക് ഭഗവാനെ പറ്റിയുള്ള ചിന്ത വന്നപ്പോ അക്ഷരങ്ങൾ പിന്നെ സംസാരിക്കാൻ പറ്റാതെ ഗൽഗതം വന്നിട്ട് ശ്രീശുഗവാച ഇതി സംസ്മൃത്യ നന്ദ കൃഷ്ണാനുരക്തധീ അത്യുൽക്കണ്ഠോ ഭവൽ തൂഷ്ണി ഭേമ പ്രസരവിഫല. ഇങ്ങനെ ഓർത്തു തുടങ്ങിയപ്പോ നന്ദഗോപർക്ക് കൃഷ്ണനെ കുറിച്ചുള്ള വാത്സല്യങ്ങൾ കൂടി വന്നു. അങ്ങനെ ഓർത്തപ്പോ കണ്ണനെ പറ്റി ഓർത്തപ്പോ അന്ധകരണത്തിൽ ഹൃദയത്തിങ്ങനെ ദ്രഹിച്ചിട്ട് കണ്ണിന്നിങ്ങനെ ഒഴുകുക ബാഷ്പങ്ങൾ. ആ കണ്ണനെ പിരിഞ്ഞിരിക്കുമ്പോ ഉണ്ടായിട്ടുള്ള ആ ദുഃഖം അങ്ങോട്ട് വർദ്ധിച്ചു വന്നിട്ട് ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ കഴിയാതെ മിണ്ടാണ്ടിരുന്നു. ഗൽഗതം കൊണ്ട് തേങ്ങി അവിടെ ഇരുന്നു നന്ദഗോപുരം. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരാളവിടെ ഒരു പ്രതിമ പോലെ ഇരിക്കണ്ട ആ യശോദമ്മ. യശോദമ്മ ഒന്നും മിണ്ടണില്ല. നന്ദഗോപുരം ഇങ്ങനെ പറയുമ്പോഴും കണ്ണിന്നിങ്ങനെ ധാരയായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു വികാരം ഇല്ലാത്ത മാതിരിയായിരിക്കണത്. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്തി അശ്രൂണ്യവാസ്രാക്ഷി സ്നേഹസ്നുതപയോധര. ഭർത്താവ് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കണു കണ്ണന്റെ കഥകള്. അതിങ്ങനെ കേട്ടപ്പോ ആ കോമള ശരീരം ഭഗവാന്റെ എന്റെ കണ്ണൻ എന്ന് വിചാരിച്ച് വളർത്തിക്കൊണ്ട് വന്നതല്ല. കണ്ണന്റെ രൂപം ഇങ്ങനെ ആവാതെ ചൂടും സ്മരണയിൽ വരികയാണ്. അപ്പോൾ യശോദയുടെ ഹൃദയം ഇങ്ങനെ പൊട്ടുകയാണ് ചെയ്യണത്. ആ കണ്ണനെ ഇപ്പൊ കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ചുംബിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് പ്രസവിച്ച ആ കുട്ടികളെ സ്മരിക്കുമ്പോ അമ്മമാർക്ക് ഇങ്ങനെ മുല ചൊരുത്തും. അതുപോലെ സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ പാല് ഒഴുകിക്കൊണ്ടിരുന്നു. യശോദയുടെ കണ്ണിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ പാലൊഴുകണം. നേത്രങ്ങളിൽ നിന്ന് അശ്രുധാരകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഒരു പ്രതിമ പോലെ ഇങ്ങനെ ഇരിക്കുക. ഒന്നും മിണ്ടണില്ല യശോദമ്മ. ഒക്കെ കണ്ടിട്ട് ഉദ്ധവന് എന്താ പറയണ്ടേന്ന് ചെല്ലണ്ടേ. തയോരിത്തം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദമാഹോത്ഥവോ മുദ. പരിപൂർണ സ്വരൂപനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ നന്ദനും യശോദയ്ക്കുമുള്ള പരമോത്കൃഷ്ടമായ ആ സ്നേഹാധിക്യത്തെ അങ്ങനെ കണ്ടപ്പോ ഉദ്ധവര് വിചാരിക്കുകയാണ്, അഹോ എന്റെ ഭാഗ്യം, ഭഗവത് കാരുണ്യ പാത്രങ്ങളായിരിക്കുന്ന ഇവരെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായാലും. പുത്ര ദുഃഖം കൊണ്ട് കരയണ മാതാപിതാക്കന്മാരെ കാണുമ്പോ
സാധാരണക്കാർക്കുണ്ടാകുന്ന പോലെയുള്ള ദുഃഖമല്ല അപ്പൊ ഉദ്ധവനുണ്ടായത്. ആ നന്ദഗോപരുടെയും യശോദയുടെയും വിശേഷ ഭാഗ്യം ആലോചിച്ച് പരമാനന്ദ പരിതനായ ഉദ്ധവൻ നന്ദഗോപരോട് പറയാണ്. ഉദ്ധവ ഉവാച ഇവാം ശ്ലാഘ്യതമോ നൂനം ദേഹിനാമിവ മാനദ നാരായണേ അഖില ഗുരു ഹൽകൃതാമതി ഈദൃശി. നിങ്ങളുടെ ദർശനം നിമിത്തം ഞാൻ ധന്യനായിട്ട് ഭവിച്ചിരിക്കുന്നു. പുണ്യവാന്മാർക്കല്ലാതെ നിങ്ങളെ കാണാൻ സാധിക്കില്ല. ഈ ലോകത്തില് മനുഷ്യരായിട്ട് ജനിച്ചവരുടെ കൂട്ടത്തില് നിങ്ങൾ രണ്ടുപേര് എല്ലാവരുടെയും പ്രശംസ അർഹിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ അഖില ചരാചരങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന സർവകാരണ സ്വരൂപനായ ശ്രീകൃഷ്ണനെ ഇപ്രകാരമുള്ള ഭക്തി വിശേഷം, ഭക്തി എന്ന് പറഞ്ഞാൽ പോരാ, ഭക്തി വിശേഷം നിങ്ങൾക്കുണ്ടല്ലോ. ഇത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ കാണാൻ സാധിച്ച ഞാനാണ് ധന്യൻ. ഏതോ ഹി വിശ്വസ്യ ച ബീജയോനി രാമോ മുകുന്ദ പുരുഷ പ്രധാനം അന്വീയ ഭൂതേഷു വിലക്ഷണസ്യ ജ്ഞാനസ്യ ചേഷാദ ഇമോ പുരാണം. കാണുന്നവരെ എല്ലാം ആനന്ദിപ്പിക്കുന്ന സ്വരൂപശോഭയോടുകൂടിയ ആ ബലരാമനും ആശ്രയിക്കുന്നവരെ സംസാര സമുദ്രത്തിൽ നിന്ന് കയറ്റി മോക്ഷം നൽകുന്ന ശ്രീകൃഷ്ണനുമായ നിങ്ങളുടെ ഈ രണ്ട് പുത്രന്മാര് സകല ചരാത്മകമായിരിക്കുന്ന ലോകത്തിന്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും ആകുന്നു. ലോകനിർമ്മാണത്തിന് ഉപകരിക്കുന്ന സാധനങ്ങളും നിർമ്മിച്ച കർത്താവും ഇവർ തന്നെയാണ്. ഇങ്ങനെ സകല കാരണഭൂതന്മാരും സകല നിയന്താക്കന്മാരുമായ ഇവര് സർവലോക ഗുരുക്കന്മാരാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ ഇത്ര ഭക്തിപൂർവം നിങ്ങൾ ഉപാസിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെയാണ് ശ്രേഷ്ഠന്മാര്. നിങ്ങളെ കണ്ട ഞാൻ ധന്യം. എന്റെ ദിനം ധന്യമായി എന്ന് പറയും. യസ്മിൻ ജന പ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ്യ മനോവിശുദ്ധം നിർഹൃത്യ കർമാശയമാശുയാതി പരാം ഗതിം ബ്രഹ്മമയോർക്കവർണ്ണ. ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിരന്തര ചിന്ത ഹേതുവായിട്ട് നിങ്ങള് ധന്യന്മാര് തന്നെ എന്നത് പറഞ്ഞത് അതൊന്നും കൂടി ഉറപ്പിച്ചു പറയാണ്. എങ്ങനെയൊക്കെയോ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാണി മരണസമയത്തില് അന്യചിന്തയൊന്നും കൂടാതെ പരിശുദ്ധമായ മനസ്സിനെ യാതൊരുത്തനിൽ അല്പസമയം നിർത്തുന്നുവോ അവന്റെ അന്ധകരണത്തിലുള്ള രാഗാദി മലവൃത്തികൾ മുഴുവനും അപ്പോൾ നശിക്കുന്നു. പിന്നെ അശുഭവാസന അവനുണ്ടാവില്ല. അത് മാത്രമല്ല ബ്രഹ്മാനന്ദ അനുഭവം അവനുണ്ടാവുകയും ചെയ്യും. അങ്ങനെ അവൻ തേജോമയനായി ഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഒരു പുനർജന്മം, ഒരു ജന്മം പിന്നെ അവനില്ല. ആ പരമപദത്തിലേക്ക് തന്നെ അവൻ എത്തിച്ചേരും എന്ന് പറയുന്നു. അങ്ങനെയുള്ള തസ്മിൻ ഭവന്താവഖിലാത്മഹേതൗ നാരായണേ കാരണമർത്യമൂർത്തൗ ഭാവം വിധത്താം നിതരാം മഹാത്മൻ കിം വാവശിഷ്ടം ശുഭയോ സുഹൃത്യം. സകല ലോകത്തിന്റെ ആത്മാവായും ഉപാദാന കാരണമായും ഇരിക്കുന്ന ആ ശ്രീനാരായണൻ ദേവകാര്യം സാധിപ്പിക്കാനായി മനുഷ്യരൂപം സ്വീകരിച്ച് അവതരിച്ചിരിക്കണം. അങ്ങനെയുള്ള ആ മഹാത്മാവിൽ നിങ്ങളുടെ അത്ഭുതകരമായ ആ ബന്ധം, ആ ഭക്തി എല്ലാ സമയത്തും ദൃഢമായ ഭക്തി നിങ്ങൾക്ക് ആ ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നടത്തേണ്ട സൽക്കർമ്മം എന്താണുള്ളത്? ഒന്നുമില്ല. എല്ലാവരും ഭഗവാന്റെ ഭക്തി ഉറച്ചു വരാൻ വേണ്ടിയിട്ടാണ് സൽക്കർമ്മം ചെയ്യുന്നത്. സകല കർമ്മങ്ങളുടെയും മഹാഫലമായ ഈശ്വരഭക്തി ഇങ്ങനെ നിങ്ങളിൽ ഉറച്ചു കാണുന്നതുകൊണ്ട് ഇനി നിങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള പുണ്യകർമ്മം ഒന്നുമില്ല. നിങ്ങളിൽ അത് ഭക്തി ഉറച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സമാധാനിപ്പിക്കണം അവരെ. ആഗമിഷ്യാതിദീർഘേണ കാലേന വ്രജമച്യുത പ്രിയം വിധാസ്യതേ പിത്രോർ ഭഗവാൻ സത്വതമ്പതി. അങ്ങനെയുള്ള ഭഗവാൻ ആ ഭക്തവത്സലൻ നിങ്ങളെ മാതാപിതാക്കന്മാരായി തന്നെ അഭിമാനിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഹിതം സാധിക്കാനായിട്ട് അധികം താമസിയാതെ ഗോകുലത്തിലേക്ക് ഭഗവാൻ വരും. നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഭഗവാൻ വരാതിരിക്കില്ല എന്ന് പറയണം. അപ്പൊ അത് കേൾക്കുമ്പോ കുറച്ചൊരു സമാധാനം നന്ദഗോപർക്ക്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.